Dear students, we are going to the next video. Exponential functions in ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമുക്കുള്ളത്. അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ടേക്ക് എ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഇനി ഒന്നിലധികം എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിൻ്റെ സമ്മോ ഡിഫറൻസും ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് യു വി എന്ന് കൊടുക്കും. ഇപ്പോൾ ഇത് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റീവ് കാണും. ഇപ്പോൾ ഇതിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ y റേസ് ടു എക്സ് പ്ലസ് എക്സ് റേസ് ടു വൈ പ്ലസ് എക്സ് റേസ് ടു എക്സ് ഈക്വൽ ടു എ റേസ് ടു ബി. 3 ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം? യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് കൊടുക്കാം. ഏതിന്? എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസിന്. ഇത് കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇത് രണ്ടും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഇതിന് എ റേസ് ടു ബി എന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്തറിയാം? ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു, അതായത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു, ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? ഇത് ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 0. ഇനി ഇതിൽ നിന്ന് വേണം നമ്മൾ ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഡി യു ബൈ ഡി എക്സ്. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം യു സി ഈക്വൽ ടു എന്താണെന്ന് എഴുതുവാണ്. യു സി ഈക്വൽ ടു നമ്മൾ എന്താ എഴുതിയേക്കുന്നത്? എന്ത് ഈക്വൽ ടു ആണ്? യു വൈ റേസ് ടു എക്സ്. വൈ റേസ് ടു എക്സ് ആണ് യു എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ എന്തെടുക്കുവാണ്? ലോഗ് യു സി ഈക്വൽ ടു log y raised to x. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എന്തായിരിക്കും? പവർ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരും എക്സ് ലോഗ് വൈ. ഇനി നമ്മൾ ഡെറിവേറ്റീവ് കാണാണ്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയേ, ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് അല്ല, രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണല്ലോ. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? 1 ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഞാൻ ഡി ബൈ ഡി എക്സ് ഓഫ് എന്നൊന്നും പറഞ്ഞ് എഴുതാനില്ല കേട്ടോ, കാരണം ഇതിന് കുറച്ച് സ്റ്റെപ്പ് കൂടുതലാണ്, അതുകൊണ്ട് അങ്ങനെ എഴുതേണ്ടതില്ല. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഞാൻ ഇങ്ങനെ എഴുതുവാണ്. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, അതായത് ലോഗ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു. ഇതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്തായിരിക്കും വരാ എന്നൊന്ന് പറഞ്ഞേ? ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു കേട്ടോ. ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ യു ഉണ്ട്, യുവിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യു ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ. യു എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കട്ടെ. ദാറ്റ് ഈസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് യു ഇൻറ്റു ലോഗ് വൈ എന്നല്ല. അപ്പോൾ യുവിനെ ഇതിലേക്ക് കൊടുക്കുമ്പോൾ വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. അതിന് ഞാൻ ഡി വൈ ബൈ ഡി എക്സിനൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല എല്ലാവർക്കും എങ്ങനെയാണെന്നുള്ളത്? ഇതിനെ വേണമെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് വൈ റേസ് ടു എക്സ് ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് y raised to x into log y. അപ്പോൾ ആദ്യത്തെ ആയി കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് എന്ത്? ഡി വി ബൈ ഡി എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. ഡി വി ബൈ ഡി എക്സ് കാണണമെങ്കിൽ വി എന്താണെന്ന് അറിയണം. അപ്പോൾ വി സി ഈക്വൽ ടു നമ്മൾ എഴുതുവാണ് എന്താണ്? വി സി ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ആണ് വി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ലോഗ് എടുക്കുവാണ്. ലോഗ് വി ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു വൈ. ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ y log x
ഈ ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുവാണ്. ലോഗ് വിയുടെ ഡെറിവേറ്റീവ് 1/v ഇൻറ്റു dv/dx. ഇവിടെയും പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് log xന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് log x ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് dy/dx. that is equal to dv/dx is equal to dv/dx is equal to v into ഇതിനെ നമുക്ക് എന്ത് എഴുതാം y/x. ഇത് v ആണ് കേട്ടോ ഞാൻ എഴുതുന്നത്. പ്ലസ് log x into dy/dx. ഇനി വിക്ക് പകരം തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. വി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത് x⁻y. അപ്പോൾ x⁻y ഇൻറ്റു y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഈ വി ഇൻറ്റു ഇതും കൂടി കൊടുക്കുവാണ്. അപ്പോൾ വി എന്ന് പറയുന്നത് x⁻y ആണ്. അപ്പോൾ x⁻y ഇൻറ്റു log x ഇൻറ്റു dy/dx. ഓക്കെ, അപ്പോൾ നമുക്ക് dv/dxന്റെ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് വേണം? dw/dxന്റെ വാല്യൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുവാണ് w is equal to എന്താണ്? x⁻x. ലോഗ് കൊടുക്കുവാണ്. log w is equal to log x⁻x. എക്സിൻ്റെ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ x log x. ഇനി ഡെറിവേറ്റീവ് കാണുവാണ്. log wൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/w ഇൻറ്റു dw/dx. ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണ്ടേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, അതായത് log xന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഓക്കെ, ഇവിടെ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ dw/dx is equal to w ഇൻറ്റു 1 പ്ലസ് log x. ഈ ഡബ്ല്യുവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? w എന്ന് പറയുന്നത് എന്താണ്? x⁻x ഇൻറ്റു 1 പ്ലസ് log x. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിൽ എന്തില്ല? dy/dx ഇല്ല. അപ്പോൾ dy/dx ആണ് എല്ലാത്തതും തിരിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? dy/dx ഒക്കെ തിരിച്ചെഴുതിയത്. ഇനി നമ്മൾ നേരത്തെ ആദ്യം തന്നെ ഇക്വേഷനിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു du/dx പ്ലസ് dv/dx പ്ലസ് dw/dx is equal to 0 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ഓരോന്നും കണ്ടുവച്ചത് ഈ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ. du/dx നമ്മൾ എന്താ എഴുതിയത്? x ഇൻറ്റു y⁻x ഡിവൈഡഡ് ബൈ y ഇൻറ്റു dy/dx പ്ലസ് y⁻x log y. ഇത്രയാണ് du/dx. പ്ലസ് dv/dx എന്താ നമ്മൾ എഴുതിയത്? y ഇൻറ്റു x⁻y ഡിവൈഡഡ് ബൈ x പ്ലസ് x⁻y ഇൻറ്റു log x ഇൻറ്റു dy/dx പ്ലസ് എന്താണ്? dw/dx x⁻x ഇൻറ്റു 1 പ്ലസ് log x. ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ എന്താണെന്ന് പറഞ്ഞത്? 0 ആണെന്നാണ് പറഞ്ഞത്. ഇനി dy/dx ഉള്ള ടേമുകൾ മാത്രം നമ്മൾ ഇവിടെ നിർത്തുവാണ്. അതിൽ നിന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഈ ഒരു ടേം ഉണ്ട് dy/dx ഉള്ളത്, ഈ ഒരു ടേം ഉണ്ട്. ഈ രണ്ട് ടേമാണ് നമുക്ക് dy/dx ഉള്ളത്. ആ ടേമിൽ നിന്ന് നമ്മൾ dy/dxനെ പുറത്തേക്ക് എടുക്കുന്നു. dy/dx ഇൻറ്റു അപ്പോൾ എന്തായിരുന്നു വരാ? x ഇൻറ്റു y⁻x ഡിവൈഡഡ് ബൈ y പ്ലസ് ഇനി dy/dx ഉള്ള ടൈം ഏതാ? ഇത് x⁻y ഇൻറ്റു log x. ബാക്കിയുള്ളതിനെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ. ബാക്കിയുള്ളതിനെയൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നെഗറ്റീവാണ് എല്ലാവരും വരും. അപ്പോൾ ആ നെഗറ്റീവിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? y⁻x log y പ്ലസ് ഇടുവാണ്, കാരണം നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് വരും? y ഇൻറ്റു x⁻y
divided by x plus x raised to x into 1 plus log x. ഇതിൽ നിന്ന് dy by dx is equal to നമ്മൾ കാണുവാണ് കേട്ടോ. dy by dx is equal to, അപ്പോൾ ഈ dy by dxന്റെ കൂടെ ഉള്ളതിന് നമ്മൾ എന്ത് വരും? റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്റർ ആയിട്ട് വരും. അപ്പോൾ മൈനസ് y raised to x, അതായത് ഈ റൈറ്റ് സൈഡിലുള്ളത് അതേപോലെ തന്നെ എഴുതുവാണ് കേട്ടോ. y raised to x log y plus y into x raised to y divided by x plus x raised to x into 1 plus log x. മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ബ്രാക്കറ്റ് കൊടുക്കണം. ഓൾ ഡിവൈഡഡ് ബൈ, ഇത് താഴേക്കല്ലേ വരെ, അതിന് നമ്മളിവിടെ എഴുതുവാണ് എക്സ് ഇൻറ്റു വൈ റൈസ് ടു എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ് എന്ന് വരുന്നു. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും എങ്ങനെയാണ് എന്നുള്ളത്? ഇത് ഒരുപാട് സിംപ്ലിഫിക്കേഷൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ 12th ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഫൈൻഡ് dy by dx ഓൺ ദ ഫംഗ്ഷൻ. 12th 1 വരെ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ.